ടോൺസിലൈറ്റിസിന്, രക്താർശസിന്, അതായത് ബ്ലീഡിങ് പൈൽസിന്, പിന്നെ പനി വരിക, കൂടെ നിങ്ങളുടെ ഗ്ലാൻസ് ഒക്കെ കഴുത്തിലൊക്കെ നൊഡ്യൂൾസ് എൻലാർജ്ഡ് ആവുക, കൈക്കും കക്ഷത്തിലൊക്കെ കഴല ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് വീർത്ത് വരിക, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതിനോടനുബന്ധിച്ച് പനി വരിക. വേറെ കാരണങ്ങളൊന്നുമില്ല. ഈ ഗ്ലാൻസ് ഒക്കെ എൻലാർജ്ഡ് ആവുന്നു, കൂടെ പനി വരുന്നു, എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പനി വരിക. അതുപോലെ ടോൺസിലൈറ്റിസ്, രക്താർശസ്, ഇനി വയറ്റിൽ വരയുണ്ടാവുക, വരശല്യം, പിന്നെ കണ്ണിലൊക്കെ ഇങ്ങനെ ഒത്തിരി സമയം റേഡിയേഷൻ അടിച്ചിട്ടേ നെറ്റിലിരുന്നിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കി ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ IT ജോലിയൊക്കെ ചെയ്യുന്നവർ തുടർച്ചയായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ ഒരുപാട് സമയം നോക്കിയിരിക്കുമ്പോൾ ആ റേഡിയേഷൻ അടിച്ചിട്ടേ നിങ്ങൾക്ക് കൺമിണ്ടയൊക്കെ ചുവന്ന്, കൺമിണ്ടയിലൊക്കെ നീര് വരിക, ചുവന്ന് ചൊറിച്ചിലും വെള്ളം വരലും ഡ്രൈനെസ് ഒക്കെ അനുഭവപ്പെടുന്നില്ലേ? ഇത്തരം അവസ്ഥയിൽ എന്ത് ചെയ്യണം? ഇതിനൊക്കെ സഹായകമായ ഒരു ഒറ്റ മൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ആഘുകർണി എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക. മുയൽ ചെവിയെന്നും എലിച്ചെവിയെന്നും മലയാളത്തിൽ പറയും. മുയൽ ചെവിയൻ, എലിച്ചെവിയൻ എന്ന് മലയാളത്തിൽ വിളിക്കുന്നു, ആഘുകർണി എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്നു. എമിലിയ സോഞ്ചിഫോളിയ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. എമിലിയ സോഞ്ചിഫോളിയ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. കമ്പോസിറ്റ് ഫാമിലിയാണ്. ഓക്കെ, ഈ ആഘുകർണി എന്നൊക്കെ പേര് വരാൻ കാരണമായി ഇതിന് ഈ മുയലിന്റെ ചെവിയോട് അല്ലെങ്കിൽ എലിയുടെ ചെവിയോട് അതിന്റെ ആകൃതി ഈ ഇലയ്ക്കുണ്ട്. ഈ സസ്യത്തിന്റെ ഇലയ്ക്ക് ആ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എമിലിയ സോഞ്ചിഫോളിയ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് ധാരാളമായിട്ട് കാണാം. ഇതൊരു പാഴ്ചെടി പോലെ റോഡ് സൈഡുകളിലും പറമ്പുകളിലും ഒക്കെ ഇങ്ങനെ വളരെയാണ്. നിങ്ങളത് ചുമ്മാ ചെത്തിക്കളയാണ്. പറമ്പൊക്കെ വെട്ടിവെടുപ്പാക്കുമ്പോഴേ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഈ പറഞ്ഞത്. രക്താർശസിനും ടോൺസിലൈറ്റിസിനും, വ്രണങ്ങൾ ഉണക്കുന്നതിനും, അതുപോലെ പനിക്കും, വയറ്റിൽ കൃമിക്കും, അതുപോലെ കണ്ണില് ഉണ്ടാകുന്ന രോഗങ്ങൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാം. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാം ഇത് ഉപയോഗിക്കാം, ഇതിന്റെ ഉപയോഗങ്ങളെല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അത് കഴിഞ്ഞ് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ചാനൽ ഇതുവരെ കാണാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഈ സൈഡിൽ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. എല്ലാം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. ഇന്നത്തെ വീഡിയോയിൽ എലിച്ചെവിയൻ അഥവാ മുയൽ ചെവിയൻ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന എമിലിയ സോഞ്ചിഫോളിയ, കമ്പോസിറ്റ് ഫാമിലി, ആഘുകർണി എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്നു. ഇതിന് ലഘു ഗുണമാണ്, കടുതിക്ത കഷായ രസമാണ്, കടുവിഭാഗമാണ്, ശീതവീര്യാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് നേത്രരോഗങ്ങളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞത്. അപ്പം ഇനി ഇത് ഓരോരോ രോഗാവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കാന്ന് പറയാം. ഓക്കെ, ഇതിന് ഇലയ്ക്ക് നമ്മൾ പൂവാങ്കുരുന്നില പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുൻ വീഡിയോകളിൽ. അതിന്റെ ഇലയോട് സാമ്യമുണ്ട് പൂക്കൾക്കും, പക്ഷെ തെറ്റിപ്പോരുത് കേട്ടോ. പൂവാങ്കുരുന്നിന്റെ ഇല അങ്ങനെ വളരെ വീതി കുറഞ്ഞിട്ടാണ്. ഇതിന് മുയൽച്ചെവിന് ശരിക്കും മുയലിന്റെ ചെവിയുടെ അല്ലെങ്കിൽ എലിയുടെ ചെവിയുടെ ആകൃതിയിൽ വീതിയുള്ള ഇലകളായിരിക്കും. ഓക്കെ, ഞാൻ ഈ വീഡിയോന്റെ അവസാനം കാണിക്കാം കേട്ടോ, ഈ സസ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട്. ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. നമ്മുടെ റോഡ് സൈഡിലും പറമ്പുകളിലൊക്കെ യാതൊരു വിലയില്ലാതെ നിൽക്കുന്നുണ്ട്. ഇത് ടോൺസിലൈറ്റിസിന് ഉപയോഗിക്കുന്ന മിക്കവാറും, ഇതൊരു രഹസ്യം കേട്ടോ, ടോൺസിലൈറ്റിസിന് ഉപയോഗിക്കുന്ന മിക്കവാറും ഔഷധങ്ങളിൽ ഇതിന്റെ സ്വരസം ഇടിച്ചു പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. സമൂലം എടുക്കാം കേട്ടോ, സമൂലം എടുക്കാം. ഇത് സമൂലം എടുത്ത് അത് ഇടിച്ചു പിഴിഞ്ഞ് നീര് ചേർത്ത് കാച്ചുന്ന വെളിച്ചെണ്ണ കാച്ചി അരിച്ച് തേച്ചാലേ ഇത് തന്നെ അരച്ച് കൽക്കനായിട്ട് ഇതിന്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചി അരിച്ച് തേപ്പിക്കുകയാണെങ്കിൽ ഈ ടോൺസിലൈറ്റിസ് കൂടെ ടോൺസിൽസ് പ്രോബ്ലം വരിക, അവസാനം ടോൺസിലെക്ടമി, ടോൺസിൽസ് റിമൂവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്താം. അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് കൂടെ വന്നുകൊണ്ടിരിക്കും. അത്തരം അവസ്ഥയിൽ ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനം ലഭിക്കാറുണ്ട്. ഇതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ശേഷം മാത്രം ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോൺസിലൈറ്റിസിന് എണ്ണ കാച്ചി തേക്കുന്നതിന് ഉപയോഗിക്കാം. ഇനി അതുപോലെ വ്രണങ്ങൾ ഉണ്ടാവുക, ത്വക്ക് രോഗങ്ങളൊക്കെ വന്ന് വ്രണങ്ങൾ, നിങ്ങൾ പല മരുന്നുകൾ മാറ്റി പരീക്ഷിക്കുന്നു, ഒന്നും ഫലം കാണുന്നില്ല. ഇത്തരം അവസ്ഥയിൽ നിങ്ങൾക്ക് യാതൊരു ചെലവില്ലാതെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ മുയൽ ചെവിയൻ സമൂലം പറിച്ചെടുക്കുക, നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിലേക്ക് പച്ചമഞ്ഞളും ഇരട്ടി മധുരവും കൽക്കം ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി മണൽ പാകം അരിച്ചെടുത്തിട്ട് ആ വെളിച്ചെണ്ണ വീട്ടിൽ സൂക്ഷിക്കുക. ആ വെളിച്ചെണ്ണ ഇങ്ങനെ കൂടെ പെരട്ടി കൊടുക്കുക. ധാര കോരുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാത്ത വ്രണങ്ങൾ കരിഞ്ഞു വരുന്നതായിട്ട് കാണാം ഒട്ടുമിക്കവാറും കേസുകളിൽ. ഓക്കെ, അപ്പോൾ വ്രണരോപണത്തിന് ഉപയോഗിക്കാം, ടോൺസിലൈറ്റിസിന് വെളിച്ചെണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ടോൺസിലൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ വെളിച്ചെണ്ണ കാച്ചാനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ തൽക്കാലത്തേക്ക് കൂടെ ഇങ്ങനെ ടോൺസിൽസിന്റെ പ്രശ്നം വരുന്നവരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന്റെ ഇല മാത്രം നുള്ളി എടുക്കുക. അപ്പോൾ ആ സസ്യം നഷ്ടാവൂല. ഇതിന്റെ ഇല മാത്രം നുള്ളി എടുത്തിട്ട് അതൊന്ന് കഴുകി നന്നായിട്ട് ഉണക്കി അത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അത് ഇടിക്കുമ്പോൾ ഒരു സംഗതി കൂടെ ചേർക്കണം, കല്ലുപ്പും എലിച്ചെവിയനും കൂടെ അതിന്റെ ഇലയും കൂടെ ചേർത്ത് ഇടിച്ച് ഒന്ന് അരച്ച് ചതച്ചെടുത്തിട്ട് പിഴിഞ്ഞ നീരങ്ങ് എടുക്കുക.
അത് എന്ത് വേണമെന്നറിയോ? അത് ഈ ടോൺസിൽ തോന്നുന്ന ഭാഗത്ത് ഇങ്ങനെ കൂടെ കൂടെ പുരട്ടി കൊടുക്കുക. അതുപോലെ അത് ഒരു ഇച്ചിരി ഒന്ന് കൗൾ കൊണ്ട് തുപ്പിക്കളയാം. ആ ടോൺസിൽ ഒന്ന് വീർത്തിരിക്കല്ലോ, അപ്പോൾ അതിങ്ങനെ തൊണ്ടയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഉള്ളിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അത് കൂടെ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോൺസിൽസ് കുറഞ്ഞു വരുന്നതിന് സഹായിക്കും. ആ ഇൻഫെക്ഷൻ കുറയുന്നർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെളിച്ചെണ്ണ കാച്ചി തേക്കുകയാണെങ്കിൽ അതും സ്ഥിരമായിട്ട് ഉപയോഗിക്കാം, നല്ലതാണ്. ഓക്കെ, ടോൺസിലൈറ്റിസിന്. അപ്പോൾ ടോൺസിലൈറ്റിസിന് ഈ വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ ഇതും കല്ലുപ്പും ചേർത്ത് ആകുകർണിയുടെ എലിച്ചെവിൻ്റെ ഇലയും കല്ലുപ്പും ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ നീര് പുറമെ പുരട്ടുന്നതിനും ഉള്ളിലേക്ക് കൗൾ കൊണ്ട് ആ ഭാഗത്ത് തുടരണം കേട്ടോ. അതങ്ങനെ ഒന്ന് കൗൾ കൊണ്ട് തുപ്പിക്കളയാം. ഇത് നിത്യേന ഒരു 3 ആഴ്ച അടുപ്പിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ടോൺസിലിന്റെ ഇൻഫെക്ഷൻ കുറഞ്ഞു വരുന്നതിന് സഹായകമാകുന്നുണ്ട്. അപ്പോൾ ടോൺസിലൈറ്റിസിന് അങ്ങനെ ഉപയോഗിക്കാം ഈ 2 രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് വിരശല്യം ഉണ്ടാവേണ്ട നോക്കിയാൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതിന്റെ ഇല തന്നെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ഒരു 10 മില്ലി വീതം കുട്ടികൾക്കൊക്കെ. ഒരു 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു 10 മില്ലി മതി. അതിനേക്കാൾ വലിപ്പമുള്ള 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 15 മില്ലി വീതം വേണം. ആ സ്വരസം മാത്രം മതി. അത് രാവിലെ വെറുമറ്റിലും രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പും പതിവായിട്ടൊരു ഒരാഴ്ച അടുപ്പിച്ചാണ്ട് കഴിച്ചു. അപ്പോൾ ഈ കൃമി കൊണ്ട് വിര കൊണ്ടുണ്ടാകുന്ന ശല്യമൊക്കെ അവിടെ പമ്പ കിടക്കും. ഓക്കെ, അവിടെ നിൽക്കും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഈ വിരശല്യം ഉണ്ടാകുമ്പോഴും ടോൺസിൽസ് ഒക്കെ വരുമ്പോൾ കൂടെ വരുന്ന പനിയില്ലേ, ആ പനിക്കോള്, ഈ ഗ്ലാൻസ് ഒക്കെ എൻലാർജ്ഡ് ആവുക. ഇത്തരം അവസ്ഥയിൽ പനി വരുമ്പോഴും ഇതേപോലെ ഒരു 10-15 മില്ലി ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര്, എലിച്ചെവിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു 15 മില്ലി വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് അങ്ങോട്ട് പതിവായിട്ട് സേവിച്ചാൽ ഒരാഴ്ച അടുപ്പിച്ചാൽ കഴിച്ചോ. അപ്പോൾ ഈ പനി, ആ ഇൻഫെക്ഷൻ കുറയുന്നതിന് സഹായിക്കും. ഈ ടോൺസിലൈറ്റിസ് വരുമ്പോഴും ഇതുപോലെ പനി ഉണ്ടാവും. ആ സമയത്തും ഇത് സേവിച്ചാൽ മതി. വിരയ്ക്കും ഇതുപോലെ സേവിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വിരയ്ക്ക് എങ്ങനെ, പനിക്ക് എങ്ങനെ, ടോൺസിലൈറ്റിസിന് എങ്ങനെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബ്ലീഡിംഗ് പൈൽസ്, രക്താർശസ്, കുറേ പേരുടെ ഒരു പ്രശ്നമാണ്. ഇതിനുള്ളൊരു ഒറ്റമേലിയായിട്ട് നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇത് സമൂലം പറിച്ചെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് പിഴിഞ്ഞ് ആ നീരെടുക്കുക. ആ നീര് നമ്മൾ പച്ച മോരിൽ കലക്കണം. നല്ല മോരിൽ, വെള്ളം മാറ്റി മോരിൽ കലക്കിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒരു 1/4 ഗ്ലാസ് പതിവായിട്ട് സേവിച്ചോ, പതിവായിട്ട് കുടിക്കുക. ഒരു 1/4 ഗ്ലാസ് മോരിൽ ഇതൊരു 15 മില്ലി സ്വരസം, എലിച്ചെവിയൻ സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു 15 മില്ലി ചേർത്ത് ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് മോര്, അത്രേ വേണ്ടൂ. അത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് നിത്യേന ശീലിച്ചാൽ ഈ രക്താർശസ്, ബ്ലീഡിംഗ് പൈൽസ്, മലദ്വാരത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ, അർശസ് കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. ഇന്റേണൽ പൈൽസ് ഒക്കെ ഉള്ളവർക്ക് തന്നെ ബ്ലീഡിംഗ് പൈൽസ് ഉണ്ടാവാം. ഓക്കെ, അത്തരം അവസ്ഥയിൽ ഇത് പതിവായിട്ട് സേവിച്ചാൽ ഈ രക്താർശസ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ രക്താർശസിന്, അതായത് ബ്ലീഡിംഗ് പൈൽസ്, ടോൺസിലൈറ്റിസിന്, വിര ഉണ്ടാകുമ്പോൾ, ജ്വരത്തിന്, ഇത്തരം സംഗതികൾക്ക് ഉപയോഗിക്കാം. ഇനി വ്രണത്തിന് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞളും ഇരട്ടി മധുരം കൂടി കൽക്കം ചേർത്ത് കാച്ചിയരിച്ച് തേപ്പിക്കുന്ന കാച്ചിയരിച്ച് വയ്ക്കുന്ന എണ്ണ നന്നായിട്ട് പുരട്ടിയിട്ട് കഴിഞ്ഞാൽ വ്രണങ്ങൾ കരിയുന്നതിന് സഹായിക്കുന്നു. ടോൺസിലൈറ്റിസിന് വെളിച്ചെണ്ണ കാച്ചുന്നതിനും ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര്, അതുപോലെ ഇത് തന്നെ അരച്ച് കൽക്കൻ ചേർത്തിട്ട് എലിച്ചെവിയും തന്നെ കൽക്കനായിട്ട് വെളിച്ചെണ്ണ കാച്ചി അരിച്ച് വയ്ക്കുക. അത് തേച്ച് കുളിപ്പിച്ചാൽ ഈ ടോൺസിലൈറ്റിസ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ, അതുപോലെ ടോൺസിലൈറ്റിസ് മാത്രമല്ല, ഇങ്ങനെ ഒടിയിലൊക്കെ കഴല വരിക കൂടെ ഇത്തരം അവസ്ഥ ശമിക്കുന്നതിനും സഹായിക്കും. പ്രത്യേകിച്ച് ഈ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൂടെ ഇങ്ങനെ ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാവുക, ഈ കഴുത്തിലും തൊണ്ടയിലും ഒടിയിലും കക്ഷത്തൊക്കെ ഉണ്ടാകുന്ന ഗ്ലാൻസ് എൻലാർജ്ഡ് ആവുന്നു, പനി വരുന്നു. ഇങ്ങനെ ഒരു നിത്യ സംഭവമായിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് ഈ എണ്ണ കാച്ചി തേക്കുന്നത് ഗുണം ചെയ്യും. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറിനെ ആ രോഗിയെ കാണിച്ചതിന് ശേഷം മാത്രം നിശ്ചയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഓക്കെ, അതായത് ഇത് മാത്രം മതിയാവോ, ഇത് പാടില്ലാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടോ, ഇതുകൊണ്ട് ഇതിന്റെ കൂടെ ചേർക്കേണ്ട മറ്റ് ഔഷധങ്ങൾ, ഇതെല്ലാം നിശ്ചയിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് സാധിക്കും. ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിച്ച് ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കാമെന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം മുതൽ ആവർത്തിച്ച് കാണുക. എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോൻ്റെ അവസാനം ഈ സസ്യം കാണിക്കുന്നതാണ്. നിങ്ങളോട് മറ്റു കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നാളെ നമ്മളൊരു ക്വിസ് പ്രോഗ്രാം, ക്വിസൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മുൻ വീഡിയോകൾ നിങ്ങൾ പതിവായിട്ട് കാണുന്നുണ്ടോ, കാണുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഗ്രാസ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഒരു കുസൃതി ചോദ്യം 2-3 ദിവസം മുൻപ് ചോദിച്ചിരുന്നു മുൻ വീഡിയോയിൽ. ഓക്കെ, കുറേ പേര് ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു. പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങൾ പറഞ്ഞ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. ആരും തെറ്റായിട്ടുള്ള ഉത്തരം പറയുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയല്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്നാലും ജഡ്ജസ് തീരുമാനിച്ച ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിനോട്
ഏറെക്കുറെ മാച്ചായിട്ടുള്ള 2 വ്യക്തികൾ 2 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നാളെ വിഷു ദിനത്തിൽ നാളത്തെ നമ്മുടെ വീഡിയോയിൽ ആ വ്യക്തികളെ അവരുടെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ഈ ഒരു സമ്മാന പദ്ധതി യാതൊരു ഓഫറുകളും ഇല്ല, നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അത്രമാത്രം. ഓക്കെ, നിങ്ങൾ അറിയിക്കുന്നതാണ് ആ വിജയികളെ നാളെ രാത്രി 9 മണിക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഇനിയും അവസരമുണ്ട്, സമയമുണ്ട്, വൈകിട്ടില്ല. നമ്മുടെ ആ ചോദ്യം ആ വീഡിയോ ഒന്നുകൂടെ കാണുക. അതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണെന്ന് കാണുക. അതായത് നമ്മുടെ ത്വക്കിന് നല്ലതായിട്ടുള്ള ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള ചില സംഗതികളാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ പേര് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ എല്ലാ ഉത്തരവും ശരിയാണ്, പക്ഷെ വ്യത്യസ്തമായ ജഡ്ജസ് പ്രതീക്ഷിച്ചതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരം പറഞ്ഞ 1-2 വ്യക്തികളുണ്ട്. അവർക്ക് സമ്മാനം, അവരുടെ വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത ദിവസം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ഒപ്പം തന്നെ ഒരു ഹാപ്പി വിഷു എല്ലാവരോടും വിഷു ആശംസിക്കുന്നു. നൊയമ്പുകാലമാണ്, അതുപോലെ റംസാൻ മാസമാണ്. അപ്പോൾ എല്ലാവരോടും ആശംസകൾ അറിയിക്കുന്ന വഴിയെ ഓക്കെ, വിഷുവിന് പ്രത്യേകമായിട്ടുള്ള ആശംസ അറിയിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രോസ്പെറസ് അടുത്ത വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സന്തോഷം കൊണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വൈകിട്ട് വീണ്ടും കാണാം. ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.